ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ പങ്കു തെളിയിക്കാൻ സാധ്യതകൾ തേടി SIT. തന്ത്രി ജോലി ചെയ്ത ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തി വീണ്ടും വിവരങ്ങൾ ശേഖരിക്കും. തന്ത്രിയുടെ ബാങ്ക് നിക്ഷേപങ്ങളിലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 2000 മുതലുള്ള തന്ത്രിയുടെ എല്ലാ ഇടപാടുകളും പരിശോധിക്കാനാണ് നീക്കം. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, തന്ത്രി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സമയത്ത് SITക്ക് പര്യാപ്തമായ രേഖകളോ തെളിവുകളോ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള വിമർശനം കൂടി കോടതി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പരിഹാരം കാണാനുള്ള ശ്രമമാണോ? അത് തീർച്ചയായിട്ടും, അതായത് ക്രിമിനൽ ഗൂഢാലോചനയിലടക്കം തന്ത്രി പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള കാര്യം SIT വാദിച്ചിരുന്നെങ്കിലും അതിന് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തിരിച്ചടിയായത്. തന്ത്രിക്ക് 41 ദിവസം കഴിഞ്ഞപ്പോൾ സുഖമായി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങാനും സാധിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമാണ് SIT ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ ബന്ധം തെളിയിക്കുന്നതിന് വേണ്ട തെളിവുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു. ആ കാലം മുതൽക്കുണ്ടായ ബന്ധമാണ്. അവിടെ നിന്ന് പോറ്റിയെ നേരെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നുള്ള കാര്യമായിരുന്നു SIT പറഞ്ഞത്. പക്ഷേ രണ്ടുപേരും രണ്ട് കാലയളവിലാണ് ഈ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അവരുടെ ലെറ്റർ പാഡിൽ എഴുതി ഈ തന്ത്രിയുടെ അഭിഭാഷകന് നൽകി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് SITക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. അതായത് 2003 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടാകുകയും 2005 മുതൽക്കാണ് തന്ത്രി അവിടെ ഉണ്ടായിരുന്നതെന്നും സ്ഥാപിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതല്ല, ആ തെളിവുകൾ കെട്ടിച്ചമച്ചതാണ്. അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് SIT പറയുന്നത്. അതിനുവേണ്ടി വീണ്ടും ശ്രീരാംപുര ക്ഷേത്രവുമായി ബന്ധപ്പെടാനും അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കാനുമാണ് SIT ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ തന്ത്രിക്ക് അനധികൃതമായിട്ടുള്ള നിക്ഷേപമുണ്ട്. ഇതൊക്കെ തന്നെ സ്വർണ്ണക്കൊള്ളയിൽ നിന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക നേട്ടമാണോ എന്ന് സംശയിക്കുന്നതായി SIT പറയുന്നുണ്ട്. ഇതിനുവേണ്ടി വീണ്ടും ബാങ്കുകൾ സംബന്ധിച്ചിട്ടുള്ള ചില പരിശോധനകൾ നടത്താൻ വേണ്ടിയാണ് SITയുടെ തീരുമാനം. 4 ബാങ്കുകൾ, ഒപ്പം തന്നെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിൽ നിന്ന് 2000 മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ സാമ്പത്തിക നിക്ഷേപങ്ങളുടെയും വിവരങ്ങൾ ശേഖരിക്കുക, ഒപ്പം തന്നെ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവയാണ് SIT ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ മൊബൈൽ സേവനദാതാക്കളോട് ഈ തന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പ്രധാനപ്പെട്ട പ്രതികളുടെ എല്ലാം തന്നെ 2016 മുതൽക്ക് ഇങ്ങോട്ടുള്ള ഒരു 10 വർഷത്തെ ലൊക്കേഷനുകളും ഫോൺ കോൾ വിവരങ്ങളും എല്ലാം തന്ത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് SIT എന്നുള്ളതാണ്. ശ്രീരാംപുര അമ്പലത്തിലേക്ക് അടക്കമെത്തി വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കമൊക്കെ 2000 മുതൽ ഇങ്ങോട്ടുള്ള വിവരശേഖരണത്തിലാണ് ഇപ്പോൾ SIT തയ്യാറെടുക്കുന്നത്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.